ഈ രാത്രിയിലും രാഷ്ട്രീയ കേരളത്തിൽ ഇലക്ഷൻ ചൂടിനേക്കാൾ കൂടുതൽ ചൂടോടുകൂടി വേറൊരു ന്യൂസ് സ്പ്രെഡാവുകയാണ്. ജനം ടി വി, ഈ മലന്തീട്ടൻ ചാനലാണ് ഈ സാധനം ആദ്യം എടുത്ത് പുറത്തിട്ടത്. ഇതിന് ഉത്തരവ് യുവന്മാർ പറയേണ്ടി വരും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, തന്തയില്ല തള്ളയില്ല, കൂടും കുടുക്കിയ അഡ്രസ്സും ഇല്ലാതെ എവിടുന്നോ ആരോ കൊളത്തി വിട്ട ഒരു ന്യൂലി ക്രിയേറ്റഡ് അക്കൗണ്ട്, അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ വന്നൊരു പോസ്റ്റ്. ആ പോസ്റ്റ് ഏറ്റുപിടിച്ച് ജനം ടി വി തൊടുത്ത് വിട്ട ഒരു തീട്ട ഐറ്റം. ആയിരക്കണക്കിന് പള്ളികളുടെ ഖാളി, തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുന്നു. വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ലൈംഗികാരോപണം. ഫോട്ടോ ഒന്നും ഞാനവിടെ ഓപ്പണായിട്ട് വെക്കുന്നില്ല. ഈ പോസ്റ്റ് എന്താണെങ്കിലും ജനം ടി വിയിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ഫോട്ടോ ഒന്നും വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൈഡ് ലൈൻസിനെതിരാവും എന്നുള്ളത് കൊണ്ട് ഞാനത് വെക്കുന്നില്ല. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ നിർബന്ധമായും കേസ് കൊടുത്തേ പറ്റൂ. അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്ലസ് മുസ്ലിം ലീഗ്, ഇവരെല്ലാവരും ഇതിൽ കേസിനായിട്ട് പോകണം. ആൻഡ് ഈ അക്കൗണ്ട് ഏതാണ്, എവിടെ നിന്നാണ്, ആരാണ്, ഇതിൻ്റെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് പൊതുലോകത്തിനെ അറിയിച്ചേ പറ്റൂ. കാരണം ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമാണ്. നമ്മളിതിന് മുന്നേ ഒരു കാഫിർ സാധനം കണ്ടതാണ് ഒരു ഇലക്ഷൻ സമയത്ത്. അതുപോലത്തെ ഒരു ഐറ്റമാണോ ഇത് എന്നുള്ളത് ജനങ്ങൾ അറിയണമല്ലോ. കാരണം ഈ ഇലക്ഷൻ മുട്ടി നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള തന്തയില്ലായ്മകൾ ചെയ്തു വയ്ക്കാൻ പല രീതിയിലുള്ള പ്രൊഫൈലുകളും ശ്രദ്ധിക്കും. ഇപ്പോൾ ഇത് കമ്മി ചെയ്തതാണ്, സംഖ്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങൾ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഇറക്കാൻ പറ്റും. പക്ഷെ അതിലുപരി ഇതൊരാളുടെ തലയിലേക്ക്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഉടനെ നിയമവും ഒരു സിസ്റ്റവും സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ഇതുപോലുള്ള ഐറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി എന്താണ്? അപ്പോൾ അത് AI ആണെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഓടിക്കയറി എന്ത് കണ്ടാലും AI എന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷെ അങ്ങനെയല്ല, അത് കേസ് കൊടുക്കണം. അത് AI ആണെന്നുള്ളത് തെളിയിക്കണം. മനസ്സിലായോ? അത് AI ആണ് എന്ന് കൃത്യമായി തെളിയിക്കണം. ഒരു കേസ് കൊടുക്കണം. കേസ് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസ് കൊടുത്തത് അന്വേഷണം നടക്കട്ടെ. കേരളത്തിൽ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് സൈബർ ടീമുള്ളൊരു നാടാണല്ലോ നമ്മളത്. അതുകൊണ്ട് സാധാരണക്കാരുടെ കേസൊന്നും തീരുമാനമാക്കിയില്ലെങ്കിലും ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസിൻ്റെ, പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ, മത നേതാക്കന്മാരതൊക്കെ ഒരു തീരുമാനമാക്കും പെട്ടെന്ന്. അപ്പോൾ ഇത് ഈ പ്രൊഫൈൽ ഏതാ? ആ പ്രൊഫൈൽ ഞാനിവിടെ വയ്ക്കാം. ആ പ്രൊഫൈൽ വന്ന പോസ്റ്റും ഞാനിവിടെ വയ്ക്കാം. ഫോട്ടോ ഒക്കെ ഞാൻ കാണിക്കുന്നില്ല. ഇതിൽ ഷാനു എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിനകത്ത് ആകെ 3 പോസ്റ്റേ ഉള്ളൂ. റീസെൻ്റ്ലി ക്രിയേറ്റഡ് അക്കൗണ്ട് ആയിരുന്നു അത്. അതിനകത്ത് വേറെയും ഒരാളെ ഫോളോ ചെയ്തതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് എന്താണ് എന്നുള്ളത് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാനിവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. എന്ന്, എപ്പോൾ, ഡേറ്റ്, സമയം, ഇങ്ങനത്തെ ഒരു സാധനവും ഇല്ല. പിന്നെ പാണക്കാട് കുടുംബത്തിൽ കയറി ചെന്ന് ഒറ്റയടിക്ക് നേര് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്പർ വാങ്ങി സെറ്റിൽ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഒരു കേസിൽ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ മലപ്പുറത്ത് അത്യാവശ്യം ആ കുടുംബത്തിന് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളതൊക്കെ അറിയുന്നവരത് ഒറ്റയടിക്ക് വെള്ളം തൊടാൻ വിശ്വസിക്കുന്നുള്ളത് പോസ്റ്റ് മാനി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാണ് ഇങ്ങനെയാണ് ആദ്യത്തെ പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് നമ്പർ മേടിച്ചതിന് ശേഷം അന്ന് തന്നെ രാത്രി അശ്ലീലമായ മെസ്സേജുകളും ഫോട്ടോസും ഒക്കെ ആയിട്ട് സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളിലൂടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് പള്ളികളുടെ ഖാളി പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു അനുഭവം എനിക്കുണ്ടായത്. ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു സാമ്പിൾ ചിത്രം മാത്രമാണ്. എന്തെങ്കിലും മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള 100 കണക്കിന് തെളിവുകൾ
പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുള്ളത്. എങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികളുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ കടമയായി ഞാൻ കരുതുന്നു. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധനാണ്. ഈ പോരാട്ടത്തിൽ കേരള സമൂഹത്തിൻ്റെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഷാനു എന്ന് പറഞ്ഞൊരു ലേഡി തിരിഞ്ഞ് നിൽക്കുന്ന തട്ടവിട്ടൊരു ലേഡി തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രൊഫൈലിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊരു ഫേക്ക് പ്രൊഫൈലാണെന്ന് പറയുന്നുണ്ട്, സ്വയം ഒരു സമ്മതിക്കുന്നുണ്ട് ഇതൊരു ഫേക്ക് പ്രൊഫൈലാണെന്നുള്ളത്. 100 കണക്കിന് ചാറ്റുകളും വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഫോട്ടോ സ്ക്രീൻഷോട്ടുകളും ഉണ്ടെന്നാണ് പറയുന്നത്. നിയമപരമായിട്ട് പോകാൻ അറിവില്ലായ്മയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായി ജനം ടി വിൻ്റെ കയ്യിലെത്തി, കൃത്യമായിട്ട് വേറെ കുറച്ച് സൈബർ ഹാൻഡിലുകളിൽ ഇത് കൃത്യമായിട്ട് എത്തി. 100 കണക്കിന് എവിടെയും കണ്ടില്ല, ഈ 2 എണ്ണേ കണ്ടുള്ളൂ. ബാക്കി ഒറ്റയടിക്ക് ഇത് ഇട്ട് തീർക്കാൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് ക്രെഡിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് തീർക്കും. മനസ്സിലായോ? അതിനിപ്പോൾ ഏത് തമ്പുരാനാണെന്നുണ്ടെങ്കിലും കാണിച്ച പരിപാടികൾ പുറം ലോകത്തിനെ അറിയിക്കാനും അങ്ങനെ ഒരു മുഖം മൂടി വലിച്ചു കീറാനും ആണെന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് ചെയ്തു തീർക്കാൻ അറിയുന്ന ഓപ്പോസിറ്റ് ടീംസ് ഇവിടെ ഇലക്ഷൻ്റെ സമയത്തുള്ളത് കൊണ്ട് തന്നെ ഒരു എലക്ഷൻ തന്നെ അട്ടിമറി, അല്ലെങ്കിൽ ഒരു എലക്ഷൻ തന്നെ അങ്ങോട്ട് ഒരു പാർട്ടി മൊത്തത്തിൽ ഇല്ലാതാവാനും വേറെ കുറേ ടീംസിന് വളരെ ഈസി ആയിട്ട് ജയിക്കാനും പറ്റുന്നൊരു സിറ്റുവേഷൻ ഈ ഒരൊറ്റ ബോംബിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തീർക്കുകയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇതുപോലെ ഇതൊരു തരം ഭീഷണി പോലത്തെ ഒരു ഐറ്റം ഇനിയും വേണമെങ്കിലുണ്ട്, 100 കണക്കിനുണ്ട്, പല ടൈപ്പിൽ പല സാധനങ്ങൾ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ പോലീസ് എൻ്റെ അടുത്ത് വരും, എന്നെ കണ്ടുപിടിച്ച് വരും. പോലീസ് എവിടെ പോകണം? VPN ഇട്ടിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ടാക്കി അതിൽ പോലീസ് എങ്ങനെ എവിടെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പോകും? അതും കൂടി ഈ പോസ്റ്റ്മാനോ മാനിയോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ജെന്യുവനായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് പോർട്ടൽസ് ഇവിടെ ഇഷ്ടംപോലെ ഇല്ലേ? ഉണ്ടോ ഇല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇമെയിൽ IDs ഉണ്ട്, വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൺവേ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു മതനേതാവാണ്, ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഐറ്റമൊന്നും ഇല്ല കേരളത്തിനകത്ത്. മതനേതാവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊതുജനം അത് അഡ്രസ്സ് ചെയ്യും. മനസ്സിലായോ? അതിന് നിങ്ങളുടെ ജെന്യുവിനാണ് എന്നുള്ളത് ക്രെഡിബിലിറ്റി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. ഇതിനും വലിയ അമ്മമാർ കണ്ടില്ലേ? അപ്പം ഇതിനകത്ത് ജെന്യുവിനിറ്റി എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്താൻ 100-ൽ 10% പോലും ആയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, പോസ്റ്റാണ് മറ്റതാണ് മറിച്ചതാണെന്നുള്ള ന്യായീകരണങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള തെളിവുകളായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടോ സാധനങ്ങളുമായിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് ഇതിലെ എന്താ പറയുക സുഡാപ്പി സൈബർ ഹാൻഡിലുകളോട് പറയാനുള്ളത്. അതിന് പകരം ഇത് എവിടെ നിന്ന് എങ്ങനെ പൊട്ടിമുളച്ച് വന്നു, ആര് ഈ പണി വെച്ചു, ഇത് എവിടെ നിന്നാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത്, ആരുടെയൊക്കെ കയ്യിലേക്ക് ഈ ഒരു ഐറ്റം പോയിട്ടുണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്, ഇത് കണ്ടുപിടിക്കാൻ പറ്റിയ വെൽ ആൻഡ് ഗുഡ്. പിന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയില്ല, ഇത് അദ്ദേഹമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം വിളിച്ച് അഡ്രസ്സ് ചെയ്യാവുന്ന വിഷയമുള്ളൂ. കാരണം ഇത് നെറികേടാണ്. ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിട്ടുള്ളത് ശുദ്ധ നെറികേടാണ്. മനസ്സിലായോ? അതും ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു ഐറ്റം പൊക്കി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഒട്ടും ക്രെഡിബിൾ അല്ലാത്തൊരു സോഴ്സ് വെച്ചിട്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ലക്ഷ്യങ്ങൾ വേറെ എന്തൊക്കെയാണെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഷാനു എന്ന് പറഞ്ഞ അക്കൗണ്ടിനകത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫോളോയിങ്ങിൽ നോക്കിയാൽ അഫ്സൽ പാണക്കാട് എന്ന് പറഞ്ഞുള്ളൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇടതുപക്ഷ അനുഭാവിയായ അഫ്സൽ പാണക്കാടിൻ്റെ പ്രൊഫൈൽ ഫ്രണ്ട്സ് ആൻഡ് ഫോളോയിങ് ലിസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ
ഈ ചങ്ങായിക്ക് അതിഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. ആൻഡ് പല ആഹ്വാനങ്ങളും ഈ വ്യക്തിക്കെതിരെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്. എന്താണെങ്കിലും ആ വ്യക്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതായിട്ട് ഞാൻ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഒരു സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇനി ഇതല്ലാതെ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു നറേറ്റീവ് ഉണ്ടാക്കിയാൽ, ഇപ്പോൾ ഓടിച്ചെന്നത് കമ്മീൻ്റെ തലയിൽ ഇട്ട് കൊടുക്കുന്നവരോട് ഇങ്ങനൊരു നറേറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നറേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ മറ്റേ കാഫിർ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് പൊളിഞ്ഞു പോയൊരവസ്ഥ പോലെ ആയിപ്പോവും. അതറിയുന്ന ഒരു വട്ടം പൊള്ളിയ ആളുകൾ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ ഇത് വന്നൊരു വരവ് എവിടെ നിന്നാന്ന് നോക്കുമ്പോൾ സ്വന്തം പാളയത്തു നിന്ന് ചാടാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊരു ഒരു 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 പ്രത്യേക സിറ്റുവേഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഇതിനകത്തൊരു കോൺസ്പിറസി ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു പോസ്റ്റ്, ഈ ഒരു പോസ്റ്റിൻ്റെ പിന്നാലെയാണ് ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ കേരളത്തിലെ എല്ലാ തിങ്ക് ഹെഡ്സും പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ സൈബർ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് വന്നു, ഇത് ഏത് രീതിയിലുള്ള ഇൻ്റലിജൻസ് ഉള്ള പോസ്റ്റാണ് നമുക്കുള്ളതൊക്കെ പൊതുജനങ്ങളെയും കൂടി അറിയിച്ച് കേസായ സ്ഥിതിക്ക് ഇതിലൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു പുകമറയിൽ നിന്ന് വെളിച്ചത്തേക്ക് വരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനിയും പല മുഖമോ ശബ്ദമോ ഐഡൻറ്റിറ്റിയോ ഇല്ലാത്ത പല പേജുകളിലും ഇത് കിടന്ന് കറങ്ങും. അതുകൊണ്ട് പോകുന്ന ക്രെഡിബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന കുറേ കോൺസിക്വൻസസ്, ആളുകളുടെ തമ്മിലടി ഉണ്ടാവും, പല വിഷയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒറ്റ പോസ്റ്റ്, ആ ഒരു പോസ്റ്റ് ഇട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പ്രൊഫൈൽ തന്നെ ഡിലീറ്റ് ആവുന്നു, അതിട്ട ന്യൂസ് ചാനലിൽ നിന്ന് വാനിഷ് ആവുന്നു. എല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിക്കുന്നു. ആൻഡ് പെട്ടെന്ന് പരാതി നൽകി മുസ്ലിം ലീഗും എല്ലാവരും മുന്നോട്ട് വരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ പോസ്റ്റ് വരുന്നു. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളിന് പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളതും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ എഗെയിൻ പറയുന്നു, ഇലക്ഷനാണ്. ഇങ്ങനത്തെയൊക്കെ പല രീതിയിലുള്ള നാറിയ നാറ്റപ്പരിപാടിയും ചില ആളുകൾ കളിക്കും. അതാര് എന്തെന്നുള്ളത് കേസായതുകൊണ്ട് തന്നെ പൊതുജനത്തിനെ കൃത്യമായി ഇത് അറിയിക്കേണ്ടത് അവിടുത്തെ സൈബർ സിസ്റ്റമാണ്. അങ്ങനത്തെ സൈബർ സിസ്റ്റം കൃത്യമായി പണിയെടുത്ത് ഈ പോസ്റ്റ് ആര്, എവിടുന്ന്, എങ്ങനെ, ഏത് IP-യിൽ നിന്ന്, ഏത് അഡ്രസ്സിൽ നിന്ന് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നല്ലത്. അതായത് ഇനി പോസ്റ്റ് പറഞ്ഞ പോലെ ഇതിനകത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസിനെ കൈമാറുമില്ല എന്നും കൂടി അറിയണമല്ലോ. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും കളികൾ. എന്താണെങ്കിലും ഞാൻ മലപ്പുറത്താണ്. എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക കൊടൂരമായ ബന്ധമൊന്നും ഈ കുടുംബത്തിനോടില്ലെങ്കിലും മലപ്പുറക്കാരൻ എന്നുള്ള നിലയ്ക്കും പാണക്കാടുള്ള കുറച്ച് പേരൊക്കെ അറിയുന്നുള്ള നിലയ്ക്കും ഞാൻ പറയുന്നത്, ഇങ്ങനൊരു കാര്യം വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ഞങ്ങൾക്ക്, സീരിയസ് ആയിട്ട്. അതിനിപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് വേണേ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഇത് വിശ്വസിക്കാൻ ശേഷം പാടുള്ള പരിപാടിയാണ് മക്കളെ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വിട്ടവർ അതെന്താണെന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തൂങ്ങുമില്ല എന്നുള്ളതൊക്കെ അറിയാം. ഇനി അല്ല ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ, 100 എണ്ണം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നോക്കാം.